കേരളത്തിന്റെ ക്യാൻസർ ചികിത്സാരംഗത്ത് ലോകോത്തര സൗകര്യങ്ങളുമായി കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ പ്രവർത്തനമാരംഭിക്കാൻ ഒരുങ്ങുന്നു. ഉപകരണങ്ങൾ ഉൾപ്പെടെ ഏകദേശം 450 കോടി രൂപ ചെലവഴിച്ചു നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 9 വൈകുന്നേരം 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ആമുഖ പ്രഭാഷണം നടത്തും. കേരള സർക്കാർ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ആധുനിക ക്യാൻസർ ചികിത്സാ ഗവേഷണ കേന്ദ്രമാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ. ക്യാൻസർ രോഗികൾക്ക് ഗുണമേന്മയുള്ളതും സമഗ്രവുമായ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. ക്യാൻസർ ചികിത്സയുടെയും ഗവേഷണത്തിന്റെയും മേഖലയിൽ പുതിയ മുന്നേറ്റമായിരിക്കും ഈ കേന്ദ്രമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ 12.63 ഏക്കർ സ്ഥലത്ത് 63 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള 9 നില കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 16 ലിഫ്റ്റുകൾ, അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ, 550 കാറുകൾക്ക് പാർക്കിംഗ് സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. സങ്കീർണമായ ശസ്ത്രക്രിയകൾക്കായി സജ്ജീകരിച്ച 12 ഓപ്പറേഷൻ തിയേറ്ററുകളാണുള്ളത്. ഇതിൽ ഒന്ന് ഭാവിയിൽ റോബോട്ടിക് ശസ്ത്രക്രിയക്കായി പ്രത്യേകം മാറ്റിവെച്ചിട്ടുണ്ട്. ഗവേഷണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന കേന്ദ്രമായാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിനായി മാത്രം 10,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്രത്യേക ഗവേഷണ മേഖല ഒരുക്കിയിട്ടുണ്ട്. സ്കാനിംഗ്, എക്സ്റേ, റേഡിയേഷൻ ചികിത്സകൾക്കായി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. AI അധിഷ്ഠിത സംവിധാനങ്ങളും ചികിത്സാ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ എഡ്ജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ആദ്യ ആശുപത്രി കെട്ടിടം കൂടിയാണിത്. വൈദ്യുതി ആവശ്യങ്ങൾ മുഴുവൻ സോളാർ സംവിധാനത്തിലൂടെയാണ് നിറവേറ്റുന്നത്. കെട്ടിടം ഏകദേശം 25% കാർബൺ ലെസ് ആണ്. 2050ഓടെ കേരളം പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാകുക എന്ന സർക്കാർ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രധാന ഘടകമായാണ് ഈ ഗ്രീൻ ബിൽഡിംഗ് കണക്കാക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF മേഖലാ ജാഥകൾ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ന് കൊയിലാണ്ടിയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥയ്ക്ക് എലത്തൂർ, കുന്നമംഗലം മണ്ഡലങ്ങളിൽ സ്വീകരണം നൽകും. വൈകിട്ട് കോഴിക്കോട് സൗത്ത്, നോർത്ത് മണ്ഡലങ്ങളുടെ സംയുക്ത സ്വീകരണത്തോടെ ഇന്നത്തെ പര്യടനം സമാപിക്കും. ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വൈക്കം മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കും. വിവിധ മേഖലകളിലെ പ്രമുഖരുമായുള്ള മുഖാമുഖം പരിപാടികളും ജാഥയുടെ ഭാഗമായാണ് സംഘടിപ്പിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. രാവിലെ ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച ജാഥ കായംകുളം, മാവേലിക്കര മണ്ഡലങ്ങളിലൂടെ കടന്ന് വൈകിട്ട് ചെങ്ങന്നൂരിൽ സമാപിക്കും. പുതുയുഗയാത്രയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശനം ഉന്നയിച്ചു. 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത സംസ്ഥാനത്തിനുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയയും ക്രിമിനൽ സംഘങ്ങളും ശക്തമായതായി സതീശൻ പറഞ്ഞു. തിരുവല്ലയിൽ നടന്ന കുറ്റകൃത്യത്തെ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ സുരക്ഷാ സ്ഥിതിഗതികളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. കണ്ണൂരിൽ നടത്തിയ പ്രസംഗത്തിൽ മുസ്ലിം ലീഗിനെക്കുറിച്ചും VD സതീശൻ പ്രതികരിച്ചു. വർഗീയതയ്ക്കെതിരെ UDF വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രിമിനൽ കേസ് പ്രതികൾക്ക് സർക്കാർ അനുകൂല സമീപനം സ്വീകരിക്കുന്നുവെന്ന ആരോപണവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബാലറ്റിലൂടെ പ്രതികരിക്കുമെന്ന് വ്യക്തമാക്കി. തൃശൂർ ഒല്ലൂക്കരയിൽ ചുവരെഴുത്തിലൂടെ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പ്രചാരണത്തിന് നേതൃത്വം നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. വികസനവും വിശ്വാസ സംരക്ഷണവും പ്രധാന പ്രചാരണ വിഷയങ്ങളാകുമെന്നും നിതിൻ നബീൻ പറഞ്ഞു. കാലടി ആദിശങ്കര ജന്മഭൂമി സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച നിതിൻ നബീൻ ബഡ്ജറ്റിലെ കേരളത്തിന്റെ പങ്കിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കും മറുപടി നൽകി. റെയിൽവേ, തുറമുഖം, ടൂറിസം, കാർഷികം, ബാങ്കിംഗ് മേഖലകളിൽ കേന്ദ്ര സർക്കാർ നൽകിയ പിന്തുണ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 30 സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് BJP പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് പ്രധാനമായും വിശദീകരണം തേടിയത്. നോട്ടീസ് നൽകാതെയാണ് ചോദ്യം ചെയ്തതെന്ന് അടൂർ പ്രകാശ് പ്രതികരിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയതായും ഒന്നും മറച്ചുവെക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഈ ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റുകൾ വൈകുമെന്ന് റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിനു ശേഷം പ്രതികളെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികളെ അടുത്തയാഴ്ച വിളിപ്പിക്കുമെന്നാണ് വിവരം. തന്ത്രി കണ്ഠർ രാജീവർ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിയിരുന്നു എന്ന കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. 2017 മുൻപാണ് നിക്ഷേപം നടത്തിയതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. രേഖകൾ കോടതിയിൽ ഹാജരാക്കുമെന്നും സംഘം അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ആന്റണി എംപിയുടെയും കടക്കംപള്ളിയുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്ത ദിവസവേതനക്കാർ വലിയ തുകകൾ ബാങ്ക് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും വീടുകളിലേക്ക് അയച്ച സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. മുഴുവൻ അക്കൗണ്ട് വിവരങ്ങളും പരിശോധിക്കുകയാണ് വിജിലൻസ്. സീസൺ അവസാനിച്ചതിന് ശേഷം മാത്രമേ ശമ്പളം നൽകാവൂ എന്നിരിക്കെ മുൻകൂർ ഇടപാടുകൾ ഉണ്ടായോ എന്ന് അധികൃതർ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ സൗകര്യമൊരുക്കിയത് കർണാടകയിലെ ബന്ധങ്ങൾ വഴിയാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അടൂർ പ്രകാശിനെ MP-ആയുള്ള പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമീപിച്ചതെന്നും പോറ്റി പറഞ്ഞു. സമാനമായ മൊഴിയാണ് അടൂർ പ്രകാശും നൽകിയതെന്നാണ് വിവരം. ജാമ്യത്തിലിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ആഴ്ചയിൽ 2 ദിവസം അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരാകേണ്ടതാണ്. എന്നാൽ ഇന്നലെ പ്രത്യേകമായി വിളിപ്പിച്ചാണ് ചോദ്യം ചെയ്തതെന്നും റിപ്പോർട്ടുണ്ട്.